ഇല്ല അടുക്കള കിടക്കുന്ന അന്നമ്മക്കും ഐശ്വര്യറായിക്കും ഒരു വില ഇല്ലല്ലോ, രണ്ടും പെണ്ണെന്നല്ലേ. സാധനം നോക്കണം, സാധനത്തിനാണ് പൈസ അല്ലേ. ഉറുമ്പ 100 ഗ്രാം യാസി ഉണ്ട്. അത് ചെറുപ്പത്തിൽ പഠിച്ച ശീലം മറക്കുമ്പോ മനുഷ്യനുള്ള പാവപ്പെട്ട ആൾക്കാരല്ലേ. ചെറുപ്പത്തിൽ പഠിച്ച ശീലം. ഞാൻ സ്കൂൾ 6ാം ക്ലാസ് കഴിഞ്ഞാൽ സിന്നെ ചേർത്തി ആലുക്കാസിലാണ് ഫസ്റ്റ് ചേർത്തി. അവിടുത്തെ മുതലാളി ഇതേമാതിരി സ്വർണ്ണം ഒരു 2 പവന് നോക്കി 2.5 പവനൊക്കെ തൂക്കി കൊടുക്കും. എന്നോട് പറഞ്ഞ് പൊയ്ക്കോർന്നു. എന്താ ചെയ്യാ, പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച ശീലമായിട്ട് തൂക്കും. ഇങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് വരി, അത് സാധനം വാങ്ങി എന്താ വേറെ ചോള തിന്നോട് തിന്നിട്ട് നിങ്ങൾ വാങ്ങിയാൽ മതി. 2 കിലോ 2 കിലോ തൂക്കി കൊടുക്കാം. അല്ല 2 പവൻ ചോദിച്ചോക്ക് 2.5 പവൻ കൊടുത്തു സ്വർണ്ണം. അന്ന് എന്നോട് പോകാൻ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. നിറ കണ്ണുകൂടെ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പാട്ട് പാടി കൊടുത്തു. ചെറുപ്പത്തിൽ പഠിച്ച ശീലം മറക്കുമ്പോൾ മനുഷ്യനുള്ള കാലം. ചെറുപ്പത്തിൽ പഠിച്ചാണ് തൂക്കം മുൻതൂക്കം കൊടുക്കുക. 3 വിഭാഗമാണ് ഏറ്റവും കൂടുതൽ നരകത്ത്. ആദ്യം നരകത്ത് പോണ കച്ചവടക്കാരാണ്, രണ്ടാമത്തെ സ്ത്രീകൾ, ആദ്യം പോണ കച്ചവടക്കാരൻ, പിന്നെ അലല്ല. പിന്നെ കേടിപ്പ് നമ്മൾ ഉണ്ടാക്കണല്ലോ. അയച്ച് 3 കിലോ തിന്നു ഉറുമാമ്പഴം. 3 കിലോ ഉറുമാമ്പ നിന്ന് നിപ്പ് തിന്നിപ്പോ ഇങ്ങനെ പാഞ്ഞ് നടക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, രക്തം കൂടിക്കഴിഞ്ഞാൽ മനുഷ്യന് പല തോന്നലും വരുന്നു. പക്ഷെ ഞാൻ എനിക്ക് ചെറിയൊരു സങ്കടങ്ങളോട് തോന്നി. ബാംഗ്ലൂർ തന്നെയായിരുന്നു. ഈ ആരോഗ്യത്തിന്റെ രഹസ്യം അത് പറഞ്ഞ ആ സാധനം കൊടുത്തു. ആരോഗ്യത്തിന്റെ രഹസ്യം എന്താ ചോദിച്ചാൽ ആണത്തോടു കൂടി എന്റെ മുരിങ്ങാക്കായാണെന്ന് ഞാൻ പറയും. മുരിങ്ങാക്കായ എപ്പം വന്നാലും വായിച്ച് 4 കിലോ കൊണ്ടുപോകും. എല്ലാ പോയി വന്നാൽ ഇന്നലെ പിന്നൊരു ബാംഗ്ലൂരാന്ന് പറഞ്ഞത്. അതിന് വേറെ മിനിറ്റുണ്ട്. ഇത് ചിരിക്കാതെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് ഞാൻ അങ്ങനെ വല്ലാ പരിചയമില്ല. അപ്പൊ ഞാൻ കാര്യത്തിന് ബാംഗ്ലൂര് കിട്ടിയ ഞാൻ 50 റുപ്യ കിലോ. 50 കിലോ നിങ്ങളിപ്പോ കെട്ട് വാങ്ങി ഇല്ലേ? 10 റുപ്യ എടുത്തുകൊണ്ട് 5 റുപ്യ കിട്ടി. നിങ്ങളെ തൊള്ളേക്കുള്ള കെട്ടാണ്. നിങ്ങളെ മക്കൾക്കോ നിങ്ങളെ കുട്ടികൾക്കോ പെണ്ണുങ്ങൾക്ക് ആർക്കോ കിട്ടുന്നില്ല. പക്ഷെ 50 റുപ്യ കൊടുത്ത ഒരു കിലോ ഉറുമാമ്പായ കൊടുത്തിട്ട് നിങ്ങളെ പൊന്നുമക്കൾക്ക് ഇങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾ തിന്നിട്ട് നിങ്ങൾക്കും വേണ്ടിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും കൂലിയാ പച്ചമക്കും കൂലി ഇല്ലേ? അതാണ് സാധനം നോക്കിയാൽ നിങ്ങൾ മുതല് ചെന്നിട്ട് പഠിച്ചോട്ടാ. ചെന്നിട്ട് പഠിച്ചോ. ചങ്ങായി ഇതാണ്. ഒരാളെ സമ്മതം ഒന്നും ചെയ്യരുത്. ഞങ്ങൾക്കറിയില്ല, ഒരാളെ സമ്മതം വേണം എല്ലാത്തിനും. നേരെ അണിഞ്ഞ ലൈവിന് ನೀನ್ ಬೇಕಾ ಜಾಸ್ತಿ ಮಾತಾಡಬೇಡ, ಜಾಸ್ತಿ ಮಾತಾಡ್ಬಿಟ್ರೆ ಹೊಡೆದು ಬಿಡ್ತೀನಿ. ಬೇಕಾ 1 ಕೆಜಿ 50 ರೂಪಾಯಿ. ಊರಲ್ಲಿ ಬಂದು ಗಾಂಜಲ್ ಮಾಡಬೇಡ ನೀನು. ಕೇಳಕ್ಕಾಗಲ್ಲ. 1 ಕೆಜಿ ಬೇಕಾ 50 ರೂಪಾಯಿ. ನಿಮ್ಗಂದ್ರೆ 2 ಬೇರೆ ಕೆಜಿ ಕೊಡ್ತೀನಿ, ಬೇರೆ 50 ರೂಪಾಯಿ. ഈ ബാവന്റെ മെയിൻ പണിയാണ് ലൈവ്. 100 രൂപ 100 രൂപ വാങ്ങി കായില്ല വാങ്ങിക്കോ. ഒരാളെ സമ്മതം ഞാൻ ഒന്നും ചെയ്യരുതാണ്. കാരണം അനക്ക് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു സ്ഥാനമുണ്ട്. ഞാനൊന്നും തമാസല്ല. ഞാൻ ഇപ്പൊ 3 സെറ്റിനാണ് ചാവിക്കുന്നത്. 1 ശുക്രിയ ബേക്കറി, 2 ദേവതിയാലത്തെ ഒരു ബേക്കറി, 3 പടം. പക്ഷെ ഈ ചായന്റെ അത്ര ടേസ്റ്റുള്ള ചായ ഞാൻ എന്റെ ജീവിതത്തിൽ ഈ 10-30 വയസ്സിലാണ് ഞാൻ കുടിച്ചില്ല. എന്റെ പെണ്ണുങ്ങളോട് ഞാൻ പറഞ്ഞു നല്ലൊരു ചായ ഉണ്ടാക്കാൻ. പെണ്ണുങ്ങൾ എന്ത് ചെയ്ത് പാലിൽ മാത്രം ചായപ്പൊടി ഇട്ടുന്നു. പക്ഷെ ഈ ടേസ്റ്റ് കിട്ടണില്ല. മായമില്ല, മന്ത്രമില്ല, മായച്ചാരമില്ല. ഇവിടെ ഇരിക്കണത് ചായ. അതാണ് ബേക്കറി. ചായ കിണ്ണം പറ്റി ചായ കുടിക്കാൻ നിങ്ങൾ പുല്ലിപ്പറമ്പ് തന്നെ പോരി. 5 കിലോ കൊടുത്ത ജ്യൂസ് സ്നേഹം കൊണ്ട് താജ്മഹൽ ഉണ്ടാക്കിയ നാടാണ് പുല്ലിപ്പറമ്പ്. ഇവിടെ കഴിഞ്ഞിട്ട് വേറെ എന്തുള്ളൂ. അമീർക്ക തരും പറഞ്ഞിട്ട് 2 കിലോ കൊണ്ടുപോയിക്കൂടെ? കാരണം കൊണ്ടുപോയിക്കാണ് നിങ്ങളെ ശരീരത്തിനാണ്. ഇത് ഏതെടുത്താലും പോലീസാണ്. പൈസ പിന്നെ തന്നല്ലോ. ഒരു മനുഷ്യർക്ക് പൈസ എന്ന് വരും നാളെ പോകും, മറ്റന്നാൾ ഒന്നിച്ചു പോകും. പൈസനെ സ്നേഹിക്കരുത്, മനുഷ്യനെ സ്നേഹിക്കണം. ഞാൻ ജനിച്ചനെ ഗാന്ധി ജയന്തിന്റെ അന്നാണ്. ಅದಕ್ಕೆ ಜನಗಳೋട് ಅತ್ರ ಸ್ನೇಹ. ನಿಮ್ಮಲ್ಲಿ ಬಂದಿದ್ದ ಆಟ ಆಡಬೇಡ, ಬೇಕಂದ್ರೆ ತಗೊಳ್ಳಿ 1 ಕೆಜಿ 50 ರೂಪಾಯಿ ಅಂತ. ಮತ್ತೆ ಎದಕ್ಕೆ ಬಂದು ಆಟ ಆಡ್ತೇವೆ ನೀವು? തല തിൻപട വരെ 50 രൂപ കേജി. ഇത് കേടുണ്ടാവില്ല എന്ന് ഞാൻ കൂടെ എന്താ പറഞ്ഞത്? മരിച്ചു പോകാനുള്ള നിങ്ങളൊരു 50 രൂപ തിന്നിട്ട് ആരാണല്ലോ എന്റെ ഒരു പൊന്നുമ്മിണ്ട്, എന്റെ ഒരു പൊന്നുമോനുണ്ട്, ഞാനുണ്ട്, എന്റെ പെണ്ണുങ്ങളുണ്ട്. ഓൽക്കെന്തിനാ നിങ്ങൾ നോടെ പറഞ്ഞ അറാമെന്ന്? എല്ലാത്തിനും അവിടെ പൈസ കിട്ടില്ല, പക്ഷെ വാരിക്കോരി തരുന്നു. വെക്കാൻ സാധിക്കാന്നുണ്ട് എന്റെ അടുത്ത്. അല്ല പിന്നെ 50 രൂപ 1 കിലോ ഉറുമാമ്പ പൈസ പിന്നെ തന്നാൽ
പഠിപ്പിക്കൊന്നും വേണ്ട, നല്ല സാധനം കണ്ട ആൾക്കാർ വാങ്ങിക്കോളൂ. നിങ്ങളെ സപ്പോർട്ട് എന്തിനു? വായിച്ചു കൊണ്ടോട്ടെ, വായിച്ച് ഇവിടെ വന്നിക്കാൻ ഒരു നീർച്ചയാണ്. വായിച്ചിട്ട് 4 കിലോ ഇവിടെ ഇങ്ങനെ തിന്നണം എന്നില്ല. ഇത് വായിച്ച് ഇങ്ങനെ തിന്നിടാച്ചേ എന്താണ് ഇപ്പൊ കണ്ടിക്കാണെങ്കിൽ പറയാം, ആരെങ്കിലും പറയാം ഒരു 10-90 വയസ്സായിരുന്നു. ഇപ്പം വയസ്സ് 45 ഇപ്പൊ എന്റെ സൗന്ദര്യം നമ്മളെ ഫ്രൂട്ട്സ് തന്നെ. ഞാൻ എവിടെ പറയും തിന്നോളി. വയസ്സന്മാര് പ്രായത്തിലുള്ള ആളുകൾ കുട്ടികളെ സ്നേഹിക്കണം. നിങ്ങളത്തെ ആൾക്കാരൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ നല്ല വേണ്ടിയമാര് മയറ്റിയാണ്. അല്ല മയറ്റില്ല അറിയങ്ങൾക്ക്. ഈ വല്ലാത്തൊരു കട്ടക്കാലം വന്നിട്ട് ചായ കുടിക്കാൻ എനിക്ക് 2 ചായ എത്തിയാ 2 ചായ ചൂടാക്കിയിട്ട് ചായ കുടിക്കാൻ കൂടിയില്ല. ഈ ഒരു കാര്യം ചെയ്യും, എനിക്ക് ഇവിടുന്ന് ഒരു 20 ചായ ഫ്ലാസ്ക് പറഞ്ഞല്ലോ കൊണ്ടുപോകാനാണ്. ആ ചായയിൽ എന്താന്നറിയില്ല. 3 സ്ഥലത്തുനിന്ന് എന്റെ ജിന്ദഗിയിൽ ചായ കുടിച്ച്. ഒന്ന് പുല്ലിപ്പറമ്പ്, ഒന്ന് ശുക്രിയ ബേക്കറി, രണ്ടാമത്തെ ദേവതിയാല്. ആ 3 സ്ഥലത്തെ ചായയാണ് കോയിസ് ചായ. അവിടെ ചെറിയൊരു ബേക്കറി ഉണ്ട്, ബേക്കറിന്റെ പേര് ചെയ്യാ. ആ 2 സ്ഥലത്തുനിന്ന് ആദ്യം കുടിച്ചാല് ഇന്നിപ്പോ ഇവിടുന്ന് ആയി.